ഹലോ ഗൈസ്, എന്തായാലേ മഴ ഇപ്പോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് എന്തു മഴയാ, പുറത്തിറങ്ങാൻ കൂടി തോന്നില്ല, അങ്ങനെ മഴയല്ലേ അല്ലേ. ഇന്നിപ്പോ മഴയ്ക്ക് ചെറിയ കുറവുള്ളത് കൊണ്ട് ഞാനും ചിങ്കും കൂടി നടക്കാൻ ഇറങ്ങണതാണ് ഈ വീഡിയോ. നമ്മുടെ ഇവിടെ അടുത്ത് വലിയൊരു പുഴയൊക്കെ ഉണ്ട്, അപ്പം എത്രത്തോളം വെള്ളം കയറി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള നടപ്പായത്. കണ്ടോ, ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അത് അപ്പുറത്ത് ആ കാണുന്നതാണ് നമ്മുടെ പുഴ. അത് നിറഞ്ഞിട്ടാണ് ഇവിടെ വരെ വെള്ളം എത്തിയേക്കുന്നത്. ഇനിയും ഒരുപാട് മഴ കൂടി പെയ്ത് കഴിയുമ്പോൾ ഈ റോഡിലേക്കൊക്കെ വെള്ളം കയറും. പുഴയിലെ വെള്ളം നോക്കി കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ഈ കണ്ടോ, ഇത് ഞങ്ങളെ പുതിയ വീട് വെക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് ആരോ ചിങ്കൂനെ വിളിച്ചു. അപ്പൊ അത് നോക്കി കുറച്ചു നേരം നിന്നു. അവിടുന്ന് ആരെയും കാണാത്തതുകൊണ്ട് അവള് പിന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിങ്കു പെട്ടെന്ന് സ്റ്റെക്കായേ. കാരണം അവൾക്ക് അറിയുന്ന രണ്ടുപേരെ അവൾ കണ്ടു. നടക്കാൻ ഇറങ്ങിയതാണേലും അവൾക്ക് അറിയുന്ന രണ്ടുപേരെ കണ്ടപ്പോൾ അവരോടൊന്ന് വിശേഷം തിരക്കാന്ന് വിചാരിച്ച് നിന്നതാ. ടാറ്റ കൊടുത്ത് പോവാൻ നേരം അവര് പറഞ്ഞു പാപ്പക്കായ് തരാന്ന്. പാപ്പക്കായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഭാഷയാണ്. വാഴപ്പഴം ഇല്ലേ, അത് തരാന്ന് പറഞ്ഞു. അപ്പൊ അവള് അത് മേടിക്കാനായി അടുത്ത പോക്ക്. ഇപ്പൊ ഞങ്ങൾ വയൽ വരെ പോവുകയാണെ, തിരിച്ചു വന്നിട്ട് വാങ്ങിക്കാന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവൾക്ക് അതിപ്പോ കിട്ടിയേ പറ്റൂ. പിന്നെ ഞാൻ എങ്ങനെയോ അവൾ അവിടുന്ന് കൊണ്ടുവന്നു. കൊക്കിനെ കാണിച്ചു തരാം, പശുമ്പേനെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവളെ അവിടുന്ന് കൊണ്ടുവന്നു. അമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ. നമ്മുടെ ഇവിടെ അടുത്തുള്ള വയലാണ് ഇത് ഉഴുതുമറിക്കുന്നുണ്ടായിരുന്നേ. മഴയൊന്ന് കുറഞ്ഞതുകൊണ്ടായിരിക്കാം അവര് പെട്ടെന്ന് തന്നെ കണ്ടം പൂട്ടുന്നുണ്ടായിരുന്നേ. നിങ്ങൾ ആരെങ്കിലും ഈ സംഭവം കണ്ടിട്ടുണ്ടോ? ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ കാളേനെ കൊണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ ഉഴുതുമറിക്കുന്നത്. ഇപ്പൊ ട്രാക്ടറൊക്കെ ഉപയോഗിച്ചിട്ടാ ചെയ്യുന്നത്. എന്താണെങ്കിലും ഇവിടെ വരെ വന്നല്ലേ, എന്നാ പിന്നെ ഇതിന്റെ അടുത്ത് പോയി ഒന്ന് കാണാന്ന് വിചാരിച്ച് ഞാനും ചിങ്കും അങ്ങോട്ടേക്കായി അടുത്ത യാത്ര. വഴിയിൽ വെച്ചിട്ട് അവളൊരു പശുവിനെ കണ്ടു. അത് നോക്കി ഒരു നിപ്പാണ്. പിന്നെ ഞാൻ വിളിച്ചിട്ടും വരുന്നില്ല. പശു കുത്താൻ വരും ഞാൻ എത്രയോ തവണ പറഞ്ഞു. എന്നിട്ടും അവൾക്ക് ഒരു അനക്കമല്ല. അവൾ അതിനെ നോക്കി അങ്ങനെ നിൽക്കുക. നീ പ്രിയവേ ആളുന്നേ തണുവെന്നിലെ നമുക്ക് ട്രാക്ടറിന്റെ അടുത്തെത്താൻ കുറച്ച് കടമ്പകൾ കിടക്കണം കേട്ടോ. ഭയങ്കര ചെളിയായിരുന്നു. ഒന്നാമത് മഴ കാരണം ചെളിവിളിയാണ്. പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് മൊത്തം ചെളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തെന്നി വീഴുമോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ വീണില്ല. അപ്പൊ നമ്മൾ കുറച്ചേരം അവിടെ ട്രാക്ടർ ഓടിക്കണേ നോക്കിക്കൊണ്ട് നിന്നേ. നമ്മളെപ്പോലെ തന്നെ കുറച്ച് പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് എന്താണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ വീഴുമോന്ന് പേടിച്ചായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ചിങ്കൂനാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവക്കാണെങ്കിൽ അവിടെ നിന്ന് പോരണമൊന്നുമില്ല. കുറച്ചു നേരം പിള്ളേരെയും പിന്നെ കൊക്കിനെയൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ അവിടെ നിന്നേ. പിന്നെ എങ്ങാനും മഴ പെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ നടന്നു. അവക്കാണെങ്കിൽ അവിടെ നിന്ന് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് തന്നെ കൈകൊണ്ട് ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയോ ഞാൻ അവിടെ നിന്ന് പോന്നു. വയലിൽ കൂടി വന്നിട്ട് കാലിൽ മൊത്തം ചെളിയായിരുന്നു. അതുകൊണ്ട് ചിങ്കൂനെ അവിടെ കയറ്റി നിർത്തിയിട്ട് കാലക്കൊന്ന് കഴുകിയിട്ട് നടക്കാന്ന് വിചാരിച്ചു. കണ്ടില്ലേ കള്ളത്തിൽ നിൽക്കുന്നത്, കൂടെയും പിടിച്ച് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പാവം. കണ്ണിൽ നോക്കി ഞാൻ നിന്നെ എന്റെ കനവിൽ കണ്ടൊരു പെണ്ണെ. എന്താണേലും തിരിച്ചു പോരാൻ നേരം അവളുടെ പാപ്പക്കായ് വാങ്ങിക്കാൻ മറന്നില്ല, നമ്മുടെ വാഴപ്പഴേ. അപ്പൊ ശരിയായി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. പിന്നെ എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്, മഴയാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ബൈ.